ഭാഷയെ സ്നേഹിക്കുന്ന ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ പ്രഥമ സ്ഥാനം. ഇന്ന് 91 പിറന്നാൾ ആഘോഷിക്കുന്ന MT സാറിനെ ഒരു നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് ഇന്നത്തെ ഒരു സായാഹ്നത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും സ്വാഗതം ചെയ്യാം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മനോരഥങ്ങൾ എന്നൊരു മനോരാജ്യം തന്നെ C5ഉം സരിഗമ ഇന്ത്യ ലിമിറ്റഡും ചേർന്ന് നിങ്ങൾക്ക് മുൻപിലേക്ക് സമർപ്പിക്കുകയാണ്. Thanks to News Value for making this show possible, and special thanks to Jumping Tomatoes and Blank State Films. C5ൽ ഉടനെ വരാൻ പോകുന്ന MT സാറിന്റെ തൂലികയിൽ പിറന്ന 9 കഥകളുടെ ചലച്ചിത്രാവിഷ്കാരമാണ് മനോരഥങ്ങൾ. ഇത്ര മനോഹരമായ ഒരു കഥാസൃഷ്ടി, 9 സിനിമകളുടെ ഒരു ആന്തോളജി, അത് മലയാളത്തിലെ എണ്ണം പറഞ്ഞ താരങ്ങൾ മമ്മൂക്കയും ലാലേട്ടനും അടക്കം മലയാളത്തിലെ പ്രതിപാദകരായ സംവിധായകരും ചേർന്ന് ഒരുക്കുന്ന ഈ ഒരു കലാസൃഷ്ടി മലയാള പ്രേക്ഷകർക്ക് മുൻപിലേക്ക് C5ഉം സരിഗമയും ചേർന്ന് അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും മുൻപിലേക്ക് സമർപ്പിക്കുന്നു മനോരഥങ്ങൾ. അടുത്തതായി നിങ്ങളെ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക്, ഈ ചടങ്ങിലേക്ക് ഒരു മകളുടെ സ്നേഹത്തോടു കൂടി അച്ഛന്റെ 91 പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു മനോഹരമായ വേളയിൽ മനോരഥങ്ങൾ എന്ന ഈ ഒരു ആന്തോളജി സിനിമയിൽ ഒരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ടുകൂടി മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന അശ്വതി നായരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Let's welcome Ashwati with a huge round of applause. സദസ്സിലെ വിശിഷ്ടാതിഥികൾക്കും സുഹൃത്തുക്കൾക്കും ശ്രേഷ്ഠരായ കലാകാരന്മാർക്കും ഏവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ എൻ്റെ നമസ്കാരം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ സുവർണ അക്ഷരങ്ങളിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു ദിവസമാണ് ഇന്ന്. മനോരഥങ്ങൾ, ശ്രീ MT വാസുദേവൻ നായരുടെ ഏറ്റവും പുതിയ സൃഷ്ടി, അത് 9 സിനിമകളായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചാണ് അദ്ദേഹത്തിൻ്റെ 91 ജന്മദിനത്തിൽ നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഒരു ചെറിയ സ്വപ്നമായി ആരംഭിച്ച് അത് പലരുടെയും സ്വപ്നങ്ങൾ ചേർന്ന് ഒരു വലിയ സ്വപ്നമായി മാറിയിരിക്കുന്നു. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഈ മുഹൂർത്തം. അതിൽ പങ്കുചേരാനെത്തിയ ഏവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഔപചാരികമായി ചിലരെ എടുത്തു പറഞ്ഞ് സ്വാഗതം ചെയ്യേണ്ടത് എൻ്റെ കടമയാണ്. എന്നാൽ അതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആദ്യമേ ക്ഷമിക്കണം എന്നും കൂടി പറയുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തരും ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. ആദ്യമായി മലയാള സിനിമയുടെ അഭിമാനമായ ശ്രീ മമ്മൂട്ടി, അദ്ദേഹത്തെ എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ന്യൂസ് വാല്യൂ, സരിഗമ, സി എന്നീ 3 കമ്പനികൾക്ക് വേണ്ടിയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. മലയാള സിനിമയുടെ യശസ് ലോകത്തോളം എത്തിച്ച ശ്രേഷ്ഠരായ 3 വ്യക്തികളുടെ ഇവിടെ, ശ്രീ സന്തോഷ് ശിവൻ, ശ്രീ പ്രിയദർശൻ, ശ്രീ സാബോസിരൻ, ഇവർ 3 പേരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഇവരെ കൂടാതെ ഡയറക്ടേഴ്സ് ശ്രീ ജയരാജ്, ശ്രീ ശ്യാമപ്രസാദ്, ശ്രീ രഞ്ജിത്ത്, ശ്രീ മഹേഷ് നാരായണൻ, ശ്രീ രതീഷ് അമ്പാട്ട്, കൂടാതെ സിദ്ദിഖ, ഇന്ദ്രജിത് സുകുമാരൻ, വിനീത്, നദിയ മൊയ്തു, അപർണ ബാലമുരളി, അനുമോൾ, ഇവിടെ അങ്ങനെ ഒരുപാട് പേര് എത്തിയിരിക്കുന്നു. എല്ലാവരെയും പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരു സായാഹ്നം മുഴുവൻ മതിയാവില്ല. അതുകൊണ്ട് എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഞങ്ങളുടെ പ്രത്യേക ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്ന ശ്രീ PK കൃഷ്ണദാസ്, നാഷണൽ കൗൺസിൽ മെമ്പർ BJP, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. It is my honor and privilege to welcome esteemed guests from the Z5, the OTT platform which will be releasing Manorathangal. Mr. Puneet Goekar, Managing Director and CEO. Mr. Umesh Bansal, Chief Business Officer, Z Studios and Z Music.
Mr. Manish Kalra, Chief Business Officer, Z5 India. Mr. Siju Prabhakaran, Chief Cluster Officer, South. Ms. Anuradha Gudu, Chief Content Officer, Z Telugu and Z Kerala. Also present here today are the top officials from the producers, Saregama India, Mr. Vikram Mehra, Managing Director, Saregama, Mr. Siddharth Anand Kumar, Senior Vice President, Films, Events and AAR, as well as Mr. Rohandeep Singh and Mr. Rajesh Kejriwal of Jumping Tomatoes. We welcome all of you warmly to this evening. I also would like to welcome members of News Value team, News Value Productions, who have made this possible. My welcome is also extended to all our friends from the media who have come here to cover this event. Thank you very much for your presence and wish you all a pleasant evening. Thank you, Ashwati. നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ ഇന്നത്തെ ഈ ഒരു സായാഹ്നത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എം.ടി. സാറിന്റെ തൂലികയിൽ പിറന്ന കഥാപാത്രങ്ങളെ സിനിമയിൽ കാണുമ്പോൾ പലപ്പോഴും വാക്കുകൾക്കും അപ്പുറം അർത്ഥഗർഭമായ മൗനങ്ങളിലൂടെയുള്ള പ്രകടനങ്ങൾ, അഭിനേതാവിന്റെ തിളക്കം നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്. അതിൽ നമ്മളെ വിസ്മയിപ്പിച്ച സദയത്തിലെ സത്യനാഥനും താഴ്വാരത്തിലും അമൃതംഗമയിലും പഞ്ചാഗ്നിയിലും ഒക്കെ കഥാപാത്രമായി പകർന്നാടി എം.ടി. സാറിന്റെ കഥാപാത്രങ്ങളായി തിരശ്ശീലയിൽ ജീവിച്ച് നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കി ഇന്നും നമ്മുടെ മനസ്സിൽ ഒരു സ്വകാര്യ അഹങ്കാരമായി നിലനിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടൻ. ചില ബുദ്ധിമുട്ടുകളാൽ ഇന്നിവിടെ എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ എം.ടി. സാറിനുള്ള പിറന്നാൾ ആശംസ നിറഞ്ഞ സ്നേഹം ഈ ഒരു വീഡിയോയിലൂടെ ലാലേട്ടൻ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ കാണാം. എം.ടി. വാസുദേവൻ നായർ സാറുടെ 9 കഥകളെ ആസ്പദമാക്കി നിർമ്മിച്ച 9 സിനിമകളുടെ സമാഹാരമാണ് മനോരഥങ്ങൾ അല്ലെങ്കിൽ മൈൻഡ് സ്കീംസ്. 9 സംവിധായകർ, അനേകം നടീനടന്മാർ, സാങ്കേതിക വിദഗ്ധർ, ഇവരുടെ ഒത്തുചേരലാണ് മനോരഥങ്ങൾ. മനോരഥത്തിൻ്റെ ട്രെയിലർ ലോഞ്ചിന് എൻ്റെ എല്ലാവരുടെ ആശംസകൾ നേരുന്നു. വളരെയധികം ആഗ്രഹിച്ചാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന്. പക്ഷെ ഷൂട്ടിംഗ് ആയിട്ട് ഞാൻ മൂലി എന്ന ഗ്രാമത്തിലാണ്, അത് ഗുജറാത്തിലാണ്. ഇവിടുന്ന് എത്തുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. എം.ടി. സാറിന്റെ തിരക്കഥകളിൽ ഒരുപാട് തിരക്കഥകളിൽ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചൊരു നടനാണ് ഞാൻ. പക്ഷെ ഈ സിനിമ എനിക്ക് ഒരുപാട് പ്രത്യേകത ഉള്ള സിനിമയാണ്. ഒന്ന് പൂളവും തീരവും എന്ന് പറയുന്ന അദ്ദേഹത്തിന് പ്രസിദ്ധമായ സിനിമ. ഏതാണ്ട് 50 വർഷത്തിലേറെയായി അത് റിലീസായിട്ട് അത് വീണ്ടും അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. മധുസാറും ഷാനന്ദിനിയും ഒക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. PM വിനോദ് സാറാണ് സംവിധാനം ചെയ്യുന്നത്. അതിലുപരി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശൻ. അദ്ദേഹമാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രിയന്റെ സിനിമയിലേക്കുള്ള വരവ് തന്നെ സാറിന്റെ നോവലുകളും ചെറുകഥകളും തിരക്കഥകളും വായിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സാറിന്റെ തിരക്കഥയും സിനിമ ചെയ്യുക എന്നുള്ളത്. ഞാൻ പലപ്പോഴും സാറിനോട് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില കാരണങ്ങളാൽ നടക്കാതെ പോയി. അതിൻ്റെ ഒരു സാക്ഷാത്കാരം കൂടെയാണ് ഈ സിനിമ. ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. ഈ മനോരഥങ്ങൾക്ക് വലിയ വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലുപരി എം.ടി. സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുന്നു. സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ. നമസ്കാരം സർ. സ്വപ്നം കാണുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവം എന്നല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ സിനിമ സ്വപ്നം കണ്ടു. അതിനു മുമ്പ് ആ സ്വപ്നം കാണൽ എന്ന് പറയുന്നത് എന്നോടൊപ്പം ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഒരു സിനിമ, ഒരുപാട് സിനിമകൾ 97 സിനിമയോളം അടുപ്പിച്ച് ചെയ്ത് ഞാനിവിടെ നിൽക്കുകയാണ്. പക്ഷേ ഈ മൂമെന്റ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എം.ടി. വാസുദേവൻ നായർ പ്രിയദർശൻ എന്നൊരു തിരശ്ശീല എഴുതി കാണണം എന്ന സ്വപ്നം സിനിമ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിൽ കൊണ്ടിറങ്ങുന്ന ഒരാളാണ്. അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ഒരിക്കലും എനിക്ക് സാധിച്ചില്ല. പക്ഷേ ആ മോഹം ഏകദേശം കൈവിട്ട സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അതിന് സത്യം പറഞ്ഞാൽ ഈശ്വരനോട് ഞാൻ നന്ദി പറയണം. ഈശ്വരൻ കൊണ്ടു തന്നൊരു ചാൻസ് ആയിട്ട് ഞാൻ കാണുന്നത്. എനിവേ
അങ്ങനെ ഒരു വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം ആയിട്ട് മനസ്സ് നിറഞ്ഞാണ് എന്നോട് നിൽക്കുകയാണ്. 2 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതില് ഒന്ന് ശിലാലേഖനങ്ങൾ, ഓടവും തീരും. ഓടവും തീരും എന്നുള്ള സിനിമ ചെയ്യാനുള്ള കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയത് ഓടവും തീരവും എന്നുള്ള ഒരു തിരക്കഥ വായിച്ചിട്ടാണ്. അന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒന്ന് വിചാരിച്ചില്ലെങ്കിലും അത് സംഭവിച്ചതിന് സർവേശ്വരനോട് നന്ദി. സാറിന് ഒരു നല്ല ജന്മദിനം കൂടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. നമ്മൾ നാലുകെട്ടും മഞ്ഞും കുട്ടിയെടുത്തിയും ഒക്കെ വായിക്കുമ്പോൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ അക്ഷരങ്ങളുടെ ഈ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ശ്രീ M.T. വാസുദേവൻ നായരുടെ 91ാം പിറന്നാളിന് അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടാൻ സാധിക്കും. അപ്പോൾ ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിൽ വന്നിരിക്കാൻ സാധിച്ച നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. സിനിമയിൽ വന്ന് ഒരു നടനായി ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാലത്ത് മുതലേ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രമായി സ്ക്രീനിൽ വരണം. M.T.യുടെ ഒരു കഥാപാത്രമെങ്കിലും ചെയ്യാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു നടനും ഉണ്ടാവില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ കമൽഹാസൻ ഒരിക്കൽ പറഞ്ഞു, കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ തന്റെ അഭിനയ ജീവിതം തുടങ്ങാൻ സാധിച്ചെങ്കിലും പിന്നീട് M.T. സാറിന്റെ ഒരു കഥാപാത്രമാകാൻ അദ്ദേഹത്തിന് ഭാഗ്യം സിദ്ധിച്ചില്ല. അത് ധാരാളമായി കിട്ടിയത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെയാണ്. എനിക്ക് അവരോട് കടുത്ത അസൂയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, മമ്മൂക്കും ലാലിനും കിട്ടിയതുപോലെ M.T. സാറിന്റെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ആർക്കും കിട്ടിയിട്ടില്ല. അതങ്ങനെയാണല്ലോ, ഈ അമൂല്യമായതെന്തും നമുക്ക് അപൂർവമായിട്ടല്ലേ ലഭിക്കുള്ളൂ. അത് എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരുപാട് മോഹിച്ച് എനിക്ക് അവസാനം അഭയം തേടി വീണ്ടും എന്ന ചിത്രത്തിൽ, സന്തോഷം സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അത് ഞാൻ അതിന് M.T. സാറിനോടും സന്തോഷത്തിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. M.T. സാറിന്റെ കഥകൾ വായിക്കാൻ സാധിച്ചതും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചതും വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായി അഭിനയിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചത് മഹാഭാഗ്യമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നേരുന്നു. ദൈവം ആയുസ് കൊടുക്കുന്നിടത്തോളം കാലം സമാധാനവും സന്തോഷവും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മനോരഥങ്ങൾ എന്ന ഈ ആന്തോളജി ഫിലിം ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. സർ, എന്റെ പിറന്നാൾ ആശംസിക്കുന്നു. സന്തോഷവൻ സാറിന് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. പക്ഷെ ഞങ്ങളുടെ സ്നേഹം അറിയിക്കാതെ അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വിടാൻ സാധിക്കുകയില്ല. മിസ്റ്റർ ഷിജു, പ്ലീസ് കം ആൻഡ് ജോയിൻ us for the honoring ceremony. സന്തോഷവൻ സാറിന്റെ അഭയം തേടി വീണ്ടും എന്ന ഈ സിനിമയ്ക്ക് വേണ്ടി ഈ പുരസ്കാരം ഇവിടെ സമർപ്പിക്കുകയാണ്. Mr. Shiju Prabhakaran, Chief Cluster Officer South, will now give the memento for Santhosh sir. C5 സരിഗമയും ചേർന്ന് ഒരുക്കുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജിയിലെ അഭയം തേടി വീണ്ടും എന്ന സിനിമയുടെ സംവിധായകനാണ് സർ. 2 വാക്ക് M.T. സാറിന് വേണ്ടി. Thank you, sir. Thank you so much. Sir, M.T. സാറിനെ വായിക്കാത്ത മലയാളികളില്ല. എൻ്റെയും ബാല്യ കൗമാരങ്ങളെ സമൃദ്ധമാക്കിയ കാലഘട്ടം കാലവും തുടങ്ങിയ ഏറ്റവും മനോഹരമായ കഥകൾ തന്നെയാണ്. സിനിമയിലേക്ക് എത്തിയപ്പോഴും ഏതൊരു സംവിധായകനും ആഗ്രഹിക്കുന്നത് പോലെ M.T. സാറിൻ്റെ ഒരു തിരക്കഥ സിനിമയാകാനുള്ള ആഗ്രഹവും സ്വപ്നവും എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിനോടത് ചോദിക്കുവാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. അതിനുള്ള യോഗ്യത, അർഹത എനിക്കുണ്ടോ എന്നുള്ള ഉറപ്പ് എനിക്കില്ലാതിരുന്നുള്ളത്
പക്ഷെ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിലേക്കുള്ള വഴി എൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. അതിന് കാരണക്കാരനായത് സദയത്തിൻ്റെ നിർമ്മാതാവായ സെവനാർട്സ് വിജയകുമാർ. അതിനുള്ള അദ്ദേഹത്തിനോട് ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം നിർദ്ദേശിച്ച ജൂലിയസ് സീസർ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് അദ്ദേഹത്തോടൊപ്പം ലൊക്കേഷൻ തേടി മൈസൂർ ഭാഗങ്ങളിലൊക്കെ പോകാനുള്ളൊരു ഭാഗ്യവുമുണ്ടായി. എന്നാൽ അത് ഒരു വലിയ പ്രൊജക്റ്റായിട്ടാണ് വിഭാവനം ചെയ്തത്. മലയാളത്തിലെ ഏറ്റവും മുഖ്യ അഭിനേതാക്കളായ ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലും ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു മെഗാ പ്രോജക്റ്റായിട്ടാണ് അതിന് കൺസീവ് ചെയ്തത്. പക്ഷെ അന്നത്തെ മലയാള സിനിമയുടെ സാഹചര്യങ്ങളിൽ അത്ര വലിയൊരു ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു സ്പേസ്, ഒരു മാർക്കറ്റ് മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് MD സാർ തന്നെയാണ് നിർദ്ദേശിച്ചത്, നമുക്ക് നമ്മുടെ പരിധികൾ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സിനിമ ചെയ്യാമെന്ന്. അങ്ങനെയാണ് സദയത്തിലേക്ക് എത്തുന്നത്. സദയം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിച്ച ഒരു ഘട്ടം എന്ന് പറയുന്നത് കോഴിക്കോട് ഷൂട്ട് ചെയ്യുമ്പോഴും സാറ് ലൊക്കേഷനിലേക്ക് വരുന്ന സമയങ്ങളാണ്. എപ്പോഴും ഒന്നും സാർ വരാറില്ല, പക്ഷെ വരുന്ന ചില മണിക്കൂറുകൾ ഏറ്റവും കടുത്ത സമ്മർദ്ദത്തിലായിരിക്കും. കാരണം ഞാൻ ചെയ്യുന്നതൊക്കെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ, അദ്ദേഹം ഉദ്ദേശിച്ചതാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഉള്ളൊരു വല്ലാത്ത പേടിയുണ്ടായിരുന്നു. പിന്നീട് ആ സിനിമയുടെ ഡബിൾ പോസിറ്റീവ് മദ്രാസിൽ കാണാനുണ്ട് അദ്ദേഹം എത്തിയപ്പോൾ. അതിൻ്റെ ഷോ കഴിയുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പരീക്ഷയുടെ റിസൾട്ട് അറിയാൻ കാത്തു നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെ നിൽക്കുകയായിരുന്നു. അദ്ദേഹം എന്താണ് പറയാൻ പോവുക, അദ്ദേഹം ഉദ്ദേശിച്ചൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആ ഭയത്തോടുകൂടി ഞാൻ നിൽക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൻ്റെ ഒരു കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനൊരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടാകുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ സിനിമയോടുള്ള അത് കണ്ടതിൻ്റെ ഒരു പ്രതികരണമായിട്ട് ഞാൻ ഏറ്റെടുത്തു. അതാണ് ശരിയെന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിൽ അദ്ദേഹം പലയിടത്തും പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ആ സിനിമ അദ്ദേഹം ആഗ്രഹിച്ച പോലെ അതൊക്കെ അത് ചെയ്യാനുള്ള ഒരു പ്രാപ്തി എനിക്കുണ്ട് എന്ന് അദ്ദേഹം പലയിടത്തും പറഞ്ഞതും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരങ്ങളാണ്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ നല്ലൊരു പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ആയുസ്സും ആരോഗ്യവും എല്ലാം സംരക്ഷണം നൽകട്ടെ. ഇനിയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വരികളും നമ്മളെ ആസ്വദിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം. മലയാളത്തിൻ്റെ സുഹൃതമായ MD വാസുദേവൻ നായർ സാറിന് ജന്മദിനാശംസകൾ. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ച പോലെ മലയാളത്തിലെ സാങ്കേതിക പ്രവർത്തകരുടെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സാറിന് ജന്മദിനാശംസകൾ നേരുവാനാണ്. MD സാറിൻ്റെ എഴുത്തിനെ കുറിച്ചോ തിരക്കഥയെക്കുറിച്ചോ സിനിമയെക്കുറിച്ചോ ഇവിടെ സംസാരിക്കുന്നതിൽ പ്രസക്തിയില്ല. കാരണം ആയിരക്കണക്കിന് കുടങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വിമർശകർ, ഗവേഷകർ ഇപ്പോഴും ആ എഴുത്ത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. തീർച്ചയായും ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കഥാകൃത്തിൻ്റെ ആർക്കിടൈപ്പ് ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് MD വാസുദേവൻ നായർ എന്നായിരിക്കും. നമ്മളുടെ സാധാരണ ജീവിതത്തെയാണ് അദ്ദേഹം തൻ്റെ രചനയ്ക്ക് വിഷയമാക്കിയത്. ഒറ്റപ്പെടുന്നവരുടെ, ഏകാധികളുടെ, തിരസ്കൃതരുടെ ഒക്കെ ജീവിത പരിസരത്തിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത്. തനിക്ക് ഏറെ പരിചയമുള്ള മനുഷ്യരെയും ഭൂവിഭാഗങ്ങളെയും പറ്റി മാത്രമേ MD എഴുതിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്കവാറും എഴുത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നിളാനദി കാണും, യമുന, എനിക്ക് തോന്നുന്നു ഗംഗ നദിയെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നത് അവസാന കാലത്ത് വാരണാസിയിലാണ് എന്ന് തോന്നുന്നു. അതുവരെ അദ്ദേഹത്തിന് നിളയുടെ പരിസരങ്ങളും വിട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്ത്
സഞ്ചരിച്ചിട്ടില്ല, അപൂർവമായി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ പോലും. അദ്ദേഹത്തിൻ്റെ എല്ലാവരും വാഴ്ത്തുന്ന രണ്ടാം ഊഴം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ സെക്കൻഡ് ഫിഡിൽ എന്ന് വിളിക്കാവുന്ന, എപ്പോഴും രണ്ടാമതായി പോകുന്ന ആളുകളുടെ ബോധധാരയിലായിരുന്നു MT വാസുദേവൻ നായരുടെ ശ്രദ്ധ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ. അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഹോമേജാണ് ഈ സരിഗമ ഇപ്പോൾ C5 ചേർന്ന് ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്യുന്ന ഈ 9 സിനിമകളുടെ സമാഹാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സംവിധായകർ, അതിൽ വെറ്ററൻ ഡയറക്ടേഴ്സ് മുതൽ രതീഷിനെയും മഹേഷിനെയും പോലുള്ള പുതിയ തലമുറയിലെ ആളുകൾ വരെയുണ്ട്. ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ, ഫഹദ്, ബിജു മേനോൻ തുടങ്ങി ഒട്ടനവധി പ്രധാനപ്പെട്ട നടീനടന്മാർ, അപർണ, പാർവതി എല്ലാം അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ 91ാമത്തെ പിറന്നാളിൽ ഇന്ദ്രജിത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നടീനടന്മാരും ഏറ്റവും മികച്ച സംവിധായകരും ഏറ്റവും മികച്ച സാങ്കേതിക പ്രവർത്തകരും ചേർന്ന് ഈ സിനിമയുടെ ഒരു ആന്തോളജി അദ്ദേഹത്തിൻ്റെ 91ാം പിറന്നാളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തമാണ്. I wholeheartedly want to express my gratitude to Sarigama for making possible this dream, and the whole industry will be indebted to you forever for making this possible. And I am also expressing my gratitude to C5 to support the project. Thank you so much, Team Sarigama and Team C5. അവസാനമായി പറയാനുള്ളത് MT സാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരനെ കുറിച്ച് എഴുതിയ ഒരു വാചകം ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. അത് എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് സാറിനോട് പറയാനുള്ളതാണ്. അത് ബഷീറിനെ കുറിച്ച് അങ്ങ് എഴുതിയതാണ്. എൻ്റെ ഈ മരുപ്പറമ്പിൽ ഇത്തിരി വട്ടത്തിൽ തണലും തണുപ്പും സുഗന്ധവും തന്ന പൂമരം മുളപ്പിച്ച കാലത്തിൻ്റെ ഉർവരതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. MTക്ക് നന്ദി പറയുന്നു. വ്യക്തിപരമായി ഒരു ചെറിയ സംഗതി കൂടി പറയണം. ഈ വേദിയിൽ സാറിൻ്റെ മുമ്പിൽ അത് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഞാൻ 90കളുടെ ആദ്യം സാഹിത്യ വിമർശനത്തിൽ കൈവച്ച് ലേഖനങ്ങൾ നിരന്തരം ആഴ്ചപ്പതിപ്പുകൾ കഴിക്കുമ്പോൾ മടക്കത്തപാലിൽ തന്നെ അത് കൃത്യമായി കിട്ടിയിരുന്നു. ഒന്നും പ്രസിദ്ധീകരിച്ചിരുന്നില്ല. 98-ൽ KP അപ്പൻ എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ നിരൂപകനെ അതിനിശിതമായി വിമർശിച്ച് ഞാൻ എഴുതിയ ഒരു ലേഖനം ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് അയച്ചു കൊടുത്തു. എന്നെ ഞെട്ടിച്ചുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞ് അത് പ്രസിദ്ധീകരിച്ചു. അന്ന് പത്രാധിപർ ശ്രീ MT വാസുദേവൻ നായരായിരുന്നു. എന്നെപ്പോലെ ആയിരക്കണക്കിന് എഴുത്തിലേക്ക് വരാൻ വെമ്പി നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് വഴികാട്ടിയ ഒരു പത്രാധിപർ കൂടിയായിരുന്നു MT എന്നുള്ളത് ഈ അവസരത്തിൽ മറന്നു പോകരുത്. ഒപ്പം നിലപാടുകൾ പറഞ്ഞാൽ ചിറകുകൾ അരിയപ്പെടും എന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് തൻ്റെ പ്രായം മറ്റാരേക്കാളും താൻ ചെറുപ്പമാണ് എന്ന് വിപ്ലവകരമായി ഉറക്കെ പ്രഖ്യാപിക്കുന്ന MT വാസുദേവൻ നായരുടെ നിലപാടുകൾക്കും കാലത്തെ ജയിക്കാനുള്ള കരുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായി വാസുവേട്ടന് പിറന്നാൾ ആശംസകൾ. എല്ലാവരും MT സാർ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് എന്താണ് വാസുവേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്നത് എന്ന് സംശയമുണ്ടാകും പലർക്കും. പക്ഷെ അത് ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് അദ്ദേഹം തരാതെ തന്ന ഒരു അനുവാദമാണ്. മനോരഥങ്ങൾ ഇതിന്റെ ഭാഗമായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമായി തന്നെ കരുതുന്നു. അതും എനിക്ക് പ്രിയപ്പെട്ട 2 കഥകൾ. അതിൽ എനിക്ക് പ്രിയപ്പെട്ട, ഞാൻ ഏറെ ആദരിക്കുന്ന മലയാളത്തിന്റെ മമ്മൂക്ക അഭിനയിക്കുന്നു. നന്ദി എല്ലാവർക്കും ഈ സമയത്ത് പറയുന്നു. നന്ദി. മലയാളത്തിൻ്റെ, ഭാരതത്തിൻ്റെ, ലോകത്തിൻ്റെ തന്നെ
സാഹിത്യ കുലപതി വാസുവേട്ടന് ജന്മദിന ആശംസകൾ. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും പോലെ ഏതാണ്ട് 55 വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി വാസുവേട്ടൻ്റെ കഥകൾ വായിച്ച ദിനങ്ങൾ ഞാൻ ഓർക്കുന്നു. ഓരോ കഥകളും ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഓരോ പ്രായത്തിലും ആ കഥയ്ക്ക് പുതിയ പുതിയ മാനങ്ങൾ വരുന്നു. ഇന്നും വാസുവേട്ടൻ എഴുതിക്കൊണ്ടിരിക്കുന്നു നിത്യഹരിത നായകനെ പോലെ. ജീവിതത്തിൽ വലിയൊരു സ്വപ്നമായിരുന്നു. ഞാൻ ഭരതേട്ടനോട് വർക്ക് ചെയ്യുമ്പോൾ ആദ്യമായി ഭരതേട്ടൻ്റെ കയ്യിൽ തന്ന തിരക്കഥ ഋഷ്യശങ്കൻ എന്ന പേരിലുള്ള വൈശാലിയുടെ തിരക്കഥ. വാസുവേട്ടൻ്റെ കയ്യക്ഷരം കണ്ട് ഞാൻ കോരിത്തരിച്ചു. ആ തിരക്കഥ വായിക്കുമ്പോൾ മനസ്സിലൂടെ ഓടിയെത്തുന്നത് ഞാൻ എന്നും ആരാധിക്കുന്ന വാസുവേട്ടനെ അടിച്ചു. പിൽക്കാലത്ത് വാസുവേട്ടൻ്റെ കൂടെ ആ സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ നിമിഷവും ആ സിനിമയുടെ ചിത്രീകരണ സമയത്തൊക്കെ വാസുവേട്ടൻ ഇങ്ങനെ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാണുമ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് സമയത്ത് പോലും കൂടെ ഇരുന്ന ഭരതേട്ടൻ പോലും ഒരിക്കൽ ഏതാണ്ട് പതറിയ നിമിഷത്തിൽ വാസുവേട്ടൻ വന്നിറങ്ങി അതിൻ്റെ ഓരോ അംശവും ഒരു പൂർണ്ണ എഡിറ്ററെ പോലെ എഡിറ്റ് ചെയ്ത് ഇന്ന് നമ്മളെ കാണുന്ന വൈശാലി ആ രൂപത്തിലാക്കി. ഞാൻ അത്ഭുതത്തോടെ എന്നും കാണുന്ന വാസുവേട്ടൻ. ഒരു സിനിമ ചെയ്യണം എന്ന് പ്രിയേട്ടൻ പറഞ്ഞതുപോലെ മറ്റ് സംവിധായകർ പറഞ്ഞതുപോലെ ഞാനും ആഗ്രഹിച്ചിരുന്നു. ഇത് വലിയ സ്വപ്നമായിരുന്നു. ആദ്യം തന്നെ നടനെ ഞാൻ വാസുവിനോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് തിരക്കഥ തരണം, തീർച്ചയായും ചെയ്തു തരാമെന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഒരുപക്ഷെ എഴുതിയാണ് കൊണ്ട് മറ്റ് സിനിമകളിലേക്ക് ഞാൻ പോയി. ഇന്ന് ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അർത്ഥവത്തായ നിമിഷമാണ്. എനിക്ക് അശ്വതി ഒരു സ്വാതന്ത്ര്യം തന്നു. ഈ 10 കഥകളിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞു, എനിക്ക് സ്വർഗം തുറക്കുന്ന സമയം മതി. ഒരിക്കൽ എന്നും കാലത്തെ അതിജീവിക്കുന്ന ഒരു കഥയാണ്. ഒരു കഥാകാരന്റെ കഥ ജീവിതത്തിൽ എല്ലാ കാലത്തും അർത്ഥവത്താവുമ്പോഴാണ് അത് മഹത്തരമാകുന്നത്, ലോകോത്തരമാകുന്നത്. ഒരിക്കൽ ആൾക്കൂട്ടത്തിൽ തന്നെ എന്ന സിനിമ പുറത്തിറങ്ങുമ്പോൾ അന്ന് ഏറ്റവും റിലവൻ്റായ ടോപ്പിക്കായിരുന്നു. ഇന്ന് സ്വർഗം തുറക്കുന്ന സമയം വീണ്ടും റിലവൻ്റായ ടോപ്പിക്കായി മാറുന്നു. ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി നെടുമുടി വേണു വരുമ്പോൾ നിയോഗം, നിമിത്തം എന്ന വാക്കുകളൊക്കെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ, ആ ശൈലിയിൽ കിടക്കുമ്പോൾ, ജീവിതത്തിൻ്റെ അവസാന രംഗം അഭിനയിക്കാൻ കിടക്കുമ്പോൾ എൻ്റെ മനസ്സ് പ്രാർത്ഥിക്കുകയും ഇതൊരിക്കലും അദ്ദേഹത്തിൻ്റെ സ്വർഗം തുറക്കുന്ന സമയമാവരുത്. പക്ഷേ ഒരുപക്ഷെ വേണിച്ചേട്ടനും അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. അതിന് ചിത്രീകരണ വേളയിൽ മുഴുവൻ ഞാനും മിക്കവാറും അടുത്തിരുന്ന് കാര്യങ്ങൾ ഒഴിഞ്ഞു കൊടുക്കും. പിന്നീട് ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹം ആശുപത്രിയിലായി. അവിടെ തൻ്റെ സഹധർമ്മിണിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈയിടെ ഒരു സിനിമ അഭിനയിച്ചു വാസുവേട്ടൻ്റെ, അതിൽ ഇതുപോലൊരു രംഗമുണ്ട്, ഞാനിപ്പോൾ കിടക്കുന്നത് പോലൊരു രംഗം. മക്കളെ വിളിച്ച് അടുത്തിരുത്തി അന്ന് വേണോട്ടം പറഞ്ഞ വാക്കുകൾ ചേച്ചി പറയുമ്പോൾ ശരിക്കും ദുഃഖം തോന്നും. ഏതാണ്ട് നിയോഗം പോലെ വേണോട്ടം നമ്മളെ വിട്ടു പോകുമ്പോൾ സ്വർഗം തുറക്കുന്ന സമയം നമ്മൾ വീണ്ടും വീണ്ടും കാത്തിരിക്കുന്നു. എൻ്റെ മനസ്സിലെ, എൻ്റെ ജീവിതത്തിലെ ഒരുപക്ഷെ ഏറ്റവും അർത്ഥവത്തായ മുഹൂർത്തം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വാസുവേട്ടൻ്റെ ഒരു തിരക്കഥ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ മുഹൂർത്തം. നിയോഗങ്ങളും നിമിത്തങ്ങളും കൂടി ചേരുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരൻ നമ്മളോടൊപ്പം ഈ നിമിഷം ജന്മദിനം കൊണ്ടാടുമ്പോൾ ഇത് തന്നെയാണ് അർത്ഥവത്തായ മുഹൂർത്തം. നന്ദി, നമസ്കാരം. അഭിമാനകരമായിട്ടുള്ള സന്ദർഭം തന്നെയാണ്. ഏറ്റവും പ്രതിഷ്ഠ നേടിയിട്ടുള്ള ചലച്ചിത്ര പ്രതിഭകളോടൊപ്പം, അഭിനേതാക്കളോടൊപ്പം ചെറുകഥ എന്ന ഒരു ഫോം ലഘുചിത്രമായി ഉപയോഗിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഹരം കണ്ടെത്തിയിട്ടുള്ള, അതിലൂടെ സിനിമ പഠിച്ച ഒരാളെന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് ചെയ്യാൻ സാധിച്ചത്, അതും മലയാള ചെറുകഥയിലെ ഏറ്റവും ഉന്നത ശീർഷനായിട്ടുള്ള ശ്രീ എം ടി വാസുദേവന്റെ കഥ, ഒരു കഥ അധികരിച്ചുകൊണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമായിരുന്നു. പ്രത്യേകിച്ചും ഇതിൻ്റെ കഥ, തിരക്കഥ ഒക്കെ ഡിസ്കസ് ചെയ്യാനും ഒക്കെ ആയിട്ട്
സാറിൻ്റെ വീട്ടിൽ ചെലവഴിച്ച നിമിഷങ്ങൾ. ഒരു പ്രത്യേകത കൂടിയുണ്ട്. സാറിൻ്റെ സഹധർമ്മിണി കലാമണ്ഡലം സരസ്വതി ടീച്ചർ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല അശ്വതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ഒരു കുടുംബ സെറ്റിലായിരുന്നു ഇതിൻ്റെ ചിത്രീകരണമൊക്കെ. വളരെ സന്തോഷകരമായിട്ടുള്ള ഈ ഒരു അവസരം സമ്മാനിച്ചതിന് ന്യൂസ് വാല്യൂ ഫിലിംസിന് പ്രധാനമായിട്ടുള്ള പിന്നീട് സരിഗമ, അതുപോലെ ഇന്ന് ഇത് നമുക്ക് മുമ്പിലെത്തിക്കുന്ന പ്രേക്ഷകർക്ക് മുമ്പിലെത്തിക്കുന്ന ZEE5 പ്ലാറ്റ്ഫോമിൽ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. എൻ്റെ സഹപ്രവർത്തകർക്കെല്ലാം നന്ദി പറയുന്നു. നമസ്കാരം. എൻ്റെ കാഴ്ചയിൽ എഴുത്തുകാരൻ്റെ ഇൻറ്റഗ്രിറ്റി ഒരു കാലത്തും വിട്ടുകൊടുക്കാത്ത എൻ്റെ പ്രിയപ്പെട്ട MT സാറിന് ജന്മദിനാശംസകൾ. അദ്ദേഹത്തിൻ്റെ എഴുത്ത് പുസ്തകങ്ങളിലൂടെ, പ്രത്യേകിച്ച് തിരക്കഥകൾ, DC പബ്ലിഷ് ചെയ്ത തിരക്കഥകളിലൂടെ വായിച്ചാണ് തിരക്കഥ എന്താണെന്ന് നമ്മളെല്ലാം പഠിക്കുന്നത്. ഞാൻ എന്നെപ്പോലൊരു ചലച്ചിത്ര വിദ്യാർത്ഥി പഠിക്കുന്നു. അതിനകത്ത് ആ തിരക്കഥ വായിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ മുമ്പ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ആമുഖമുണ്ട്. അതിനകത്ത് ആ കഥ വന്ന വഴിയെക്കുറിച്ച്, അതിൽ പലതും ചുറ്റുപാടിൽ നിന്ന് എങ്ങനെയാണ് കഥകൾ അദ്ദേഹം കണ്ടെത്തുന്നുള്ള ഒരു പാഠമാണ്. ആ ടെക്സ്റ്റ് ബുക്കാണ് ഇന്ന് എന്നെപ്പോലുള്ള ചലച്ചിത്രകാരൻ, ഇന്നത്തെ ജനറേഷനുള്ള ഒരു പക്ഷേ സിനിമാ വിദ്യാർത്ഥികളെന്ന് വിളിക്കാവുന്ന സംവിധായകർ കടമെടുത്തിരിക്കുന്നു. എനിക്ക് എന്തുകൊണ്ട് ജയരാജ് സാർ പറഞ്ഞു, ജയരാജ് സാറിന് കിട്ടിയ സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നില്ല. എന്നിലേക്ക് ഷെർലക്ക് വരികയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഷെർലക്ക് ചെയ്യാൻ സാറ് തിരഞ്ഞെടുത്തുകൊണ്ട് എനിക്കിന്നും അറിയില്ല. സാറുമായി ചെലവഴിച്ച ആ സമയങ്ങൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എനിക്ക് ഇടപെടാൻ പറ്റിയ ആ നിമിഷങ്ങളെല്ലാം വളരെ വിലപ്പെട്ടതായി ഞാൻ കാണുന്നു. പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് അധികം കഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അത് ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കഥ, അത് സംവിധാനം ചെയ്യാൻ എനിക്കൊരു അവസരം ലഭിച്ചു. അതിന് പ്രത്യേകമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കിയ ചില സംഭവങ്ങളിൽ വളരെ വളരെ സ്വസ്ഥമായ അദ്ദേഹത്തിന് നമ്മൾ കലർന്ന ഭാഷയിൽ എന്നോട് അതിൻ്റെ എന്താ പറയുന്നത്, ആ കഥ വന്ന വഴിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. ഒരുപാട് നന്ദി സാർ. താങ്ക് യു സോ മച്ച്. ന്യൂസ് വാല്യൂവിനും അശ്വതിക്കും, ന്യൂസ് വാല്യൂയുടെ എല്ലാ ബന്ധപ്പെട്ട എല്ലാ നിർമ്മാതാക്കൾക്കും, സരിഗമയ്ക്കും, ZEE5നും നന്ദി. താങ്ക് യു. മനോരഥങ്ങൾ എന്ന ഈ ആന്തോളജിയിൽ കടൽക്കാറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയത്. ഇതിന് അവസരം MT സാറിനോടും ന്യൂസ് വാല്യൂവിനോടും സരിഗമയോടും ഉള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ബഹുമാനിയെ, വാക്കുകളും വിശേഷണങ്ങളും തീർത്തും അപ്രസക്തമാക്കുന്ന വ്യക്തിത്വമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ബഹുമാനായ വാസുവേട്ടൻ, പ്രിയപ്പെട്ട MT. അദ്ദേഹത്തിന് ആദ്യം തന്നെ ഞാൻ ജന്മദിനാശംസകൾ നേരുന്നു. നമ്മളെല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ലോക സാഹിത്യത്തിന് മലയാളം നൽകിയിട്ടുള്ള സംഭാവനയാണ് MT എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ സിനിമയ്ക്കും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നിസ്തുലമാണ്. എഴുത്തിൽ അദ്ദേഹം ഇപ്പോഴും ചെറുപ്പമാണ്. നിരന്തരം നവീകരിച്ചുകൊണ്ട് എഴുതാൻ കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. എപ്പോഴൊക്കെ കാണുമോ അപ്പോഴൊക്കെ പുസ്തകത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന MT വായനയിൽ അതിനേക്കാൾ ഏറെ ചെറുപ്പമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ 9 തിരക്കഥകൾ മലയാളത്തിൻ്റെ മഹാന്മാരായ സംവിധായകരാൽ, 9 മഹാന്മാരായ നടിമാരാൽ നമ്മുടെ മുൻപിലേക്ക് ആന്തോളജിയായി എത്തുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. അതിന് നേതൃത്വം നൽകിയ അശ്വതിയും ടീമിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മലയാള സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയ്ക്ക്, ലോക സിനിമയ്ക്ക് മുൻപിൽ നമ്മൾ എന്നും അഭിമാനത്തോടു കൂടി ചേർത്ത് നിൽക്കുന്ന ഒരു നടനുണ്ട്. മലയാളികളുടെ എല്ലാം ഹൃദയത്തിൽ എക്കാലവും ചിരപ്രതിഷ്ഠ നേടിയ ഓരോ കഥാപാത്രങ്ങളിലൂടെയും ദശാബ്ദങ്ങളായി നമ്മളെ ഞെട്ടിച്ചുകൊണ്ടും വിസ്മയിപ്പിച്ചുകൊണ്ടും ചിന്തിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മമ്മൂക്ക. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലൂടെ MT സാറിന്റെ തിരക്കഥയിലാണ് അഭിനയമോഹിയായ ഒരു ചെറുപ്പക്കാരനായിരുന്ന മമ്മൂക്ക ആദ്യമായി സിനിമയിൽ ഒരു ശ്രദ്ധിക്കപ്പെട്ട വേഷത്തിൽ വരുന്നത്. അതിനുശേഷം അടങ്ങാത്ത തൃഷ്ണയോടെ MT സാറിന്റെ തിരക്കഥയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് തൃഷ്ണയിലൂടെ, പിന്നീട് അടിയൊഴുക്കിലൂടെ, വടക്കൻ വീരഗാഥയിലൂടെ, പഴശ്ശിരാജയിലൂടെ എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ MT സാറിന്റെ
തിരക്കഥയിലുണ്ടായ കഥാപാത്രങ്ങളെ അപ്രപാളികളിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും എക്കാലവും വിസ്മയം പൂർത്തിയാകുന്ന ക്ലാസിക്കുകളായി നമ്മൾക്ക് നൽകിയ മലയാളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എന്നും ഒന്നാം സ്ഥാനമുള്ള മമ്മൂക്കയെ ഏറ്റവും സ്നേഹപൂർവ്വം നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് MT സാറിന്റെ 91ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. മമ്മൂക്ക, പ്ലീസ്. നമസ്കാരം. പൊതുവെ അല്പം സ്വഭാവമുള്ള ആളായതുകൊണ്ടാണ് എവിടെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നത്. ഇത് സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്ത ഒരു സായാഹ്നമാണ് നമുക്കിന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. ആന്തോളജി സിനിമകൾ അപൂർവമായിട്ടും പക്ഷെ നമുക്ക് ഏറ്റവും നമുക്ക് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും ഇത് മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം. മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറി പോകുന്നതാണ്, കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതിനേക്കാളും വലിയ ചേർന്നൊരു പേരും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് MTയോട് അടുപ്പമുള്ള ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്, അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിലുള്ള ചെറുപ്പമാണ്. ചെറുപ്പം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, സാമ്പത്തിക, സാഹിത്യ എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ളതാണ്. പുതിയ പുസ്തകങ്ങൾ, പുതിയ സാഹിത്യകാരന്മാർ, പുതിയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ആ പേര് ഞാൻ മറന്നുപോയത്, അപ്പം വേണ്ടി ഞാൻ ഫോൺ എടുത്തപ്പോഴാണ് എന്നെ വിളിച്ചത്. എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു. 2ാം ലോകമഹായുദ്ധ കാലത്ത് നടന്ന ഒരു സംഭവ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഫിക്ഷനാണ്, ഡോക്ടർ ഫിക്ഷൻ. ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു. എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് MT 2 പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാകാം. പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോളെടുത്ത് പൂർണ്ണമായിട്ടും വായിച്ചു. എന്നെ കൊണ്ട് അത്രയും വായിക്കുമ്പോൾ ഇത്രയുള്ള ബുക്കാണ്. അപ്പോൾ എൻ്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എൻ്റെ മോളും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. പക്ഷേ അവർ വായിക്കുന്ന, അവരറിയുന്ന സാഹിത്യത്തിലേക്ക്, സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ് സാഹിത്യരംഗത്ത്. എത്രത്തോളം അപ്ഡേറ്റഡ് ആണ്, എത്രത്തോളം തികച്ചും മുന്നോക്കി സഞ്ചരിക്കുന്ന ആൾ തന്നെയാണ്. പിന്നെ കടുകണ്ണാവ ഒരു കഥ മാത്രമല്ല, 2 കഥകളാണ്. അവളുടെ ഓർമ്മയ്ക്ക്, അല്ലേ, നിന്റെ ഓർമ്മയ്ക്ക്. ഈ സിനിമ ഒരു വലിയ സിനിമയാക്കാൻ ഞാനും രഞ്ജിത്തും കൂടെ നോക്കിയതാണ്. കുറേ വലിയ കഥ, ഒരു പൂർണ്ണ സിനിമയായിട്ട് ഈ 40-30 മിനിറ്റിലല്ലാതെ 2 മണിക്കൂർ സിനിമയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സമീപിച്ചവർക്ക് അതിൻ്റെ തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വൈകല്യ കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിൻ്റെ ഒരു വൈകാരികമായ അടുപ്പം കൊണ്ട് ഇത് തന്നെ അങ്ങ് ആക്കാമെന്ന് തീരുമാനിച്ചതാണ്. വേറെ ഒരുപാട് കഥകളുണ്ട്. ഇതിന് എല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും തരില്ലാത്തതുകൊണ്ട് എനിക്കൊന്നേ കിട്ടും. അതാണ് കടുകണ്ണാവ നിന്റെ ഓർമ്മയ്ക്ക്. ഇതിന് കടുകണ്ണാവ എന്ന ടൈറ്റിലില്ല. ഞങ്ങളിത് MTയുടെ എന്താ പറയുക, കുറച്ച് ആത്മാംശമുള്ള സിനിമയാണ്, കഥയാണ്. അതിന് 2 വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നെ അതും ചുരുങ്ങി ഒന്നായി. അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുക സിനിമയിൽ. കുറച്ചേ ഉള്ളൂ, പക്ഷെ നല്ല ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ്. നമ്മൾ സിനിമ പലരും MTയെ വായിക്കാൻ തുടങ്ങിയ കാലത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് തറവാടും വിദേശത്ത് പോയ അച്ഛനും ഒക്കെ ആയിട്ടുള്ള ഒരു കഥ. അത് രഞ്ജയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സിലോണിലൊക്കെ പോയി ഷൂട്ട് ചെയ്തതാണ്. മഹേഷ് പറഞ്ഞ പോലെ ഞങ്ങൾ ഫോറിലാണ് ഷൂട്ട് ചെയ്തത്. ഇവിടെ മഹേഷിൻ്റെ ഇവിടെ കാനഡയിലാണ് ഷൂട്ട് ചെയ്തത്, ഞങ്ങളുടെ ഇവിടെ ശ്രീലങ്കയിലാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ പ്രത്യേക ഒരു സിനിമയാണ്. MTയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിനിമയ്ക്ക്, അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല. തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല, ഒരു സാഹിത്യ രൂപം തന്നെ.
അത് MTയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്ക് ഒരു സാഹിത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിന് മുമ്പ് സിനിമ ഉണ്ടായിട്ടുണ്ട്, ലോകോത്തര തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് MTയാണ് അതിൻ്റെ ആരംഭക്കുറിച്ച് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറക്കി. അതിന് പിൽക്കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആ തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെടും. ഞാൻ MTയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത്. എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്ന ഒരു സ്വഭാവമൊക്കെ പണ്ടുപോലുണ്ട്, ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം തമ്മിലൊരു ചെറിയ എന്താ പറയുക ഒരു ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് 2 ചെറുകഥകൾ ഞാൻ വായിക്കാം എന്ന് വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തു. അതായത് കഥ വായിക്കാൻ ഒരു കഥ ഒരു 10 പേജോ അല്ല 5 പേജോ 4 പേജോ ഉള്ള കഥ വായിച്ച് ഏതെങ്കിലും ഒരു TV-യിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വായിച്ചിട്ടുണ്ട്. ഇതുവരെ നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു കഥ എടുത്തോളം പറഞ്ഞു. എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് നീണ്ടുപോയത്. ഇത്രയൊക്കെ ആയി. ഇത് മലയാളത്തിൽ ആദ്യ സംരംഭം പോലെയാണ്. MTക്ക് പ്രായം ആയിട്ടില്ല. MTക്ക് 1 വർഷം കൂടെ ആയി. ഇത്രേ ഉള്ളൂ. എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ. ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ നമുക്ക് ഈ വേദിയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ വേദിയിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡിഗ്നിറ്ററീസിനെ ഫ്രം C5 ആൻഡ് സരിഗമ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. Without these gentlemen, this project would have never been possible. Thank you for gifting us Manorathakal. Let's welcome Shri Puneet Goenka, Managing Director and CEO of Zee, Mr. Vikram Mehra, Managing Director, Sarigama India Limited, Mr. Manish Kalra, Chief Business Officer of C5 India, Siddharth Anand Kumar, Senior Vice President, Films, Events and A&R, Mr. Rohandeep Singh and Mr. Rajesh Kejriwal from Jumping Tomatoes. എല്ലാ ജെന്റിൽമെനും ഞാൻ വേദിയിലേക്ക് നിറഞ്ഞ കൈയ്യടി കൊടുത്തോണ്ട് ലെറ്റ്സ് വെൽക്കം ദം ഓൾ ടു ദ സ്റ്റേജ്. All of these gentlemen to come and join us for the next important ceremony, which is the celebration of the 91st birthday of MT Sir. MT Sirനെയും അശ്വതിയെയും ഞാൻ ആദ്യമേ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അടുത്തതായി നമ്മൾ കേക്ക് മുറിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ 91ാം ജന്മദിനം ആഘോഷിക്കാൻ പോവുകയാണ്. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ എല്ലാവരെയും തന്നെ ഞാൻ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട് MT സാറിനെ ഏറെ സ്നേഹാദരങ്ങളോടുകൂടി അദ്ദേഹത്തിന്റെ 91ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. MT സാറിന് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു പിറന്നാൾ സമ്മാനമാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ. ലെറ്റ്സ് സീ ദാറ്റ് ഓൺ സ്ക്രീൻ. MT സാറിന് വേണ്ടി ഒരു ട്രിബ്യൂട്ട് വീഡിയോ ഇപ്പോൾ ഈ വാൾ വരുന്നതായിരിക്കും. പ്ലീസ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. Huge round of applause. The token of our love and appreciation. ഇന്നിവിടെ Z5 സരിഗമയും ചേർന്നൊരുക്കുന്ന മനോരഥങ്ങൾ എന്ന ഈ ഒരു ചലച്ചിത്ര ആവിഷ്കാരത്തിന്റെ ആന്തോളജിയുടെ ട്രെയിലർ ലോഞ്ചിനുള്ള സമയമാണ്. അതിനുവേണ്ടി മലയാള സിനിമയിലെ ഇന്നത്തെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള 3 താരങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അനേകം കഥാപാത്രങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ശ്രീ ബിജു മേനോൻ, അതോടൊപ്പം തന്നെ ശ്രീ ഇന്ദ്രജിത്ത് ആൻഡ് ആസിഫ് അലി, 3 പേരെയും ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പേരും ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ 3 പേരുടെയും മുഖത്തൊരു സ്വപ്ന സാക്ഷാത്കാരം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം മലയാളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഓരോ നടന്റെയും ആഗ്രഹമായിരിക്കും ഒരിക്കലെങ്കിലും MT വാസുദേവൻ നായർ സാറുടെ തൂലികയിൽ പിറന്ന ഒരു കഥാപാത്രമായി സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ അഭ്രപാടിയിൽ ജീവിക്കുക എന്നുള്ളത്. ആ ഭാഗ്യം കരസ്ഥമാക്കിയിട്ടുള്ള 3 പേര് ഇന്നിവിടെയുണ്ട്. സോ മനോരഥങ്ങൾ എന്ന ഈ ഒരു പ്രൊജക്ടിലൂടെയുള്ള അനുഭവം MT സാറിന്റെ കഥാപാത്രങ്ങളായി
അഭിനയിച്ചപ്പോൾ, ജീവിച്ചപ്പോൾ, അതിനുവേണ്ടി തയ്യാറെടുത്തപ്പോഴുള്ള അനുഭവം പ്രേക്ഷകരോട് ആദ്യം തന്നെ ബിജു ചേട്ടനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് എം ടി സാറിന്റെ ആശംസ. എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എം ടി സാറിന്റെ ഒരു സിനിമയിലേക്ക് ഭാഗമാവണമെന്നത്. അതൊക്കെ ഒന്നും അറിയില്ലായിരുന്നു. എന്തോ ഭാഗ്യം പോലെ പ്രിയൻ സാറിനോട് സംഭവിച്ചു. ഒരു സ്വപ്നം പോലെയായിരുന്നു അത്. ഒരുപാട് സന്തോഷം. ഒരുപാട് ഡിസൈൻസിനെ കൂടെ കാണാൻ കഴിയും. അവരോടൊരു വേദി പങ്കിടാൻ കഴിയും. ടെൻഷനുണ്ട് തീർച്ചയായിട്ടും. ലെൻസിനോട് നിൽക്കുന്നു. ഒരുപാട് ഭാഗ്യം, സന്തോഷം. ഇന്ദ്രേട്ടൻ. നമസ്കാരം എം ടി സാർ. പിറന്നാൾ ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. എം ടി സാറിന്റെ തിരക്കഥയിൽ മുഖ്യ കഥാപാത്രമായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച രണ്ടാമത്തെ സിനിമയാണ് മനോരഥങ്ങൾ. ഇതിനു മുൻപും ഒരു മുഴുനീള ഫീച്ചർ ഫിലിമിൽ സാറിന്റെ തിരക്കഥയിൽ അഭിനയിക്കാൻ സാധിച്ചു. എൻ്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ 2000-ന് ശേഷം വന്ന പുതിയ തലമുറയിലുള്ള എത്ര നടീനടന്മാർക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡായി ഞാൻ അതിനെ കാണുന്നു. അച്ഛനുമായിട്ട് ഒരുപാട് അടുപ്പം, ആത്മബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അച്ഛൻ മാത്രമല്ല, അച്ഛൻ്റെ കുടുംബക്കാര്. ശരിക്കും ഈ കടൽക്കാറ്റ് എന്ന മനോരഥങ്ങളിലെ സെഗ്മെന്റിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. എം ടി സാറിന്റെ തന്നെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറി ആസ്പദമാക്കിയാണ് കടൽക്കാറ്റ് എന്ന ഈ സിനിമ ചെയ്തിരിക്കുന്നത്. കോയിൻസിഡന്റ്ലി എനിക്ക് അച്ഛൻ അഭിനയിച്ചതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം സാറ് തന്നെ സംവിധാനം ചെയ്ത ബന്ധനം എന്ന സിനിമയിലെ കഥാപാത്രമാണ്. സോ ഇപ്പോ കഥയൊന്നല്ലെങ്കിലും സാറിന്റെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഇവിടെ കടൽക്കാറ്റായിട്ട് തോന്നിയിരിക്കുന്നത്. അത് അഭിനയിക്കാൻ സാധിച്ചു. സോ ഒന്നല്ല, 2 സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഡബിൾ കൺഗ്രാറ്റുലേഷൻസ് ടു അവർ ബിലവഡ് ഇന്ദ്രജിത്ത്. താങ്ക് യു. സാറിനോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. 1-2 പ്രാവശ്യം ഞാൻ സാറിന്റെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ സാറിനോട് അടുപ്പമുള്ളവരെല്ലാവരും, അത് അശ്വതി ആണെങ്കിലും സുധീർ ആണെങ്കിലും എല്ലാവരും പറയുന്നൊരു കാര്യം, ഇന്ദ്രനെ വലിയ കാര്യമാണ്, ഇന്ദ്രനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഒരുപാട് സന്തോഷം സർ. എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല. ആൻഡ് ഈ ഒരു അവസരത്തിൽ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊള്ളുന്നു. പിറന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ സർ. താങ്ക് യു ഗ്രേഡ. ആസിഫ്. എല്ലാവർക്കും നമസ്കാരം. പിറന്നാൾ ആശംസകൾ എം ടി സർ. ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ആദ്യമായി എം ടി സാറിന്റെ മുന്നിൽ എത്തുന്നത് നീലത്താമര എന്ന സിനിമയുടെ ഓഡിഷന് വേണ്ടിയിട്ട് ലാൽ ജോസ് സാറിനെ വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ്. അന്ന് ഒരു മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞ് എനിക്കതിൽ നിന്ന് മാറേണ്ടി വന്നു. അതിനുശേഷം നീണ്ട 13 വർഷത്തെ കാത്തിരിപ്പാണ് സാറിന്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത്. അതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. അശ്വതി മാം, സാറിന്റെ മകൾ അശ്വതി മാം ഡയറക്ട് ചെയ്ത ഫിലിമിലാണ് ഞാൻ അഭിനയിക്കുന്നത്. മധുബാലയാണ് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. താങ്ക് യു. തീർച്ചയായിട്ടും ആസിഫ്. അപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച 3 താരങ്ങൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഇവരോടൊപ്പം ചേരാൻ വേണ്ടി I'd like to request Mr. Manish Kalra, Chief Business Officer, C5 India, to come and join these gentlemen here. Namaskara everyone. Today I just came to thank you all from my heart. Thank you everyone in the room, everyone who speaks Malayalam in India or across the world. We're privileged that Z5 has seen huge growth in Malayalam. It's one of the fastest growing languages for Z5. And also, like Vijay mentioned, languages are foray. So almost more than 50% of our viewership right now is in regional languages which are non-Hindi. So thank you again. Thanks to the entire regional industry. We're privileged and I feel honored standing before a legendary MT sir and the stalwarts of the entire Malayalam industry. It's an honor to announce that Manothang is coming on Z5 on 15th of August. And we are happy and super excited to launch Manorathangal with everyone in this room. So keep supporting Z5 and let's make Manorathangal a big success. Thank you so much.
ഈ വരുന്ന ഓഗസ്റ്റ് 15 മലയാള സിനിമയ്ക്ക് മുൻപിൽ, ഇന്ത്യൻ സിനിമയ്ക്ക് മുൻപിൽ ZEE5 സരിഗമപ ഒരുക്കിയിരിക്കുന്ന മനോരഥങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയാണ്. ആൻഡ് 4 പേരും ചേർന്ന് ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് മനോരഥങ്ങളുടെ ട്രെയിലർ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് സമർപ്പിക്കുന്നു. താങ്ക്സ് ടു ZEE5, Sarigama and News Value, and to these wonderful gentlemen here. Thank you, Sri Indrajit, Asif Ali, and Vijay Menon sir. Adoroppa thane thanks to Mr. Manish Kalra for doing the honors. Thank you so much, gentlemen. നമസ്കാരം. മലയാള ഭാഷയെയും സാഹിത്യത്തെയും സിനിമയെയും ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ച മലയാളിയുടെ സ്വകാര്യ അഹങ്കാരവും കൂടിയായ ശ്രീ MT വാസുദേവൻ നായർക്ക് എൻ്റെ ഊഷ്മളമായ പിറന്നാൾ ആശംസകൾ ആദ്യമേ നേരുകയാണ്. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം തിരക്കഥ എഴുതി കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള സംവിധായകർ സംവിധാനം ചെയ്ത് താരങ്ങൾ അഭിനയിച്ച 9 സിനിമകളാണ് ZEE5 സരിഗമയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇതിന് പിന്നെ അണിയറയിലും രംഗത്തും ഞാൻ മനസ്സിലാക്കുന്നത് 3000-ലധികം താരങ്ങൾ ഉൾപ്പെടെ 3000-ലധികം ആളുകൾ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരവും ബഹുമതിയുമാണ് ഇതെന്ന് നിസ്സംശയം പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കേരളത്തിൻ്റെ ആത്മാവിഷ്കാരമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും. പക്ഷെ എങ്കിലും ഇന്ന് ജീവിച്ചിരിക്കുന്ന വിശ്വസാഹിത്യകാരന്മാരോട് ചേർത്ത് നിർത്താവുന്ന ഇന്ത്യൻ സാഹിത്യകാരന്മാരിൽ ഒന്നാമനാണ് ശ്രീ MT വാസുദേവൻ നായരെന്നും അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ അതിരുകൾ കടന്നിട്ട് ചില ആദരവുകൾ വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഞാനെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും നമ്മുടെ മഹിതമായ പാരമ്പര്യം അത് ഉൾക്കൊള്ളുകയും അത് രചനകളിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്ത ഒരു എഴുത്തുകാരൻ എന്നുള്ളതാണ് മറ്റെഴുത്തുകാരൻ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇനിയും മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും ഒരുപാട് സംഭാവന ചെയ്യാൻ സാധിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് ജഗദീശ്വരൻ ആരോഗ്യ സൗഖ്യം നേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്രേഷ്ഠമായ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം നൽകിയിട്ടുള്ള ശ്രീമതി അശ്വതി നായർക്കും ശ്രീ സുധീരനും എൻ്റെ അകൈതവുമായ നന്ദി പ്രകടിപ്പിച്ചു. ഒരിക്കൽ കൂടി ശ്രീ MT ബഹുമാന്യനായ MTക്ക് എല്ലാവിധ ജന്മദിന ആശംസകൾ നേരുന്നു. നമസ്കാരം. താങ്ക് യു സർ. ഈ ഒരു വേദിയിൽ പ്രത്യേകമായി നന്ദി പറയേണ്ട ഒരു പേര് തന്നെയാണ് ന്യൂസ് വാല്യൂയിലെ ശ്രീ സുധീർ സർ. സോ മനോരഥങ്ങൾ എന്ന ഈ ഒരു കാഴ്ച വിസ്മയം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതിന് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. അടുത്തതായി 9 സിനിമകളുടെ കളക്റ്റീവായ ആന്തോളജി ആയ മനോരഥങ്ങൾ എന്ന ഈ ഒരു വലിയ പ്രോജക്റ്റിന്റെ ഓരോ സിനിമകളില് അരങ്ങത്തും അണിയറയിലും പ്രവർത്തിച്ചവർക്കുള്ള ആദരവുകൾ സമർപ്പിക്കുന്ന സമയമാണ്. അങ്ങനെ സംസാരം നീണ്ടുപോകുക പറയുമ്പോൾ എല്ലാവർക്കും സമയം വളരെ പ്രധാനമാണ്. എങ്കിലും പറയാൻ പറഞ്ഞതുകൊണ്ട് MT സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകളെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പുസ്തകം കാതികന്റെ മണിപ്പുര എന്നൊരു പുസ്തകം. അതില് എങ്ങനെയാണ് ഒരു കഥയുണ്ടാകുന്നത് എന്ന് നിരവധി പേരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ആ പുസ്തകം മുന്നോട്ട് പോകുന്നത്. അപ്പം അതില് അദ്ദേഹം പറയുന്ന ഒരു ചെറുപ്പത്തിലുള്ളൊരു കാലത്തെ വർണ്ണിക്കുന്നുണ്ട്. കുടുക്കില്ലാത്ത ട്രൗസറിൽ വാഴനാര് കുടുക്കി നിർത്തി ഓടുന്ന ഒരു കാലം. അങ്ങനെയുള്ളൊരു പയ്യൻ, അദ്ദേഹം തന്നെയാണ് ആ കുട്ടിക്കാലം. ഏതാണ്ട് അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലത്ത് തന്നെയാണ് ഞാനൊക്കെ MT സാറിനെ അറിയാനും സിനിമകളിലൂടെ കാണാനും ഒക്കെ തുടങ്ങിയത്. അന്നുള്ള ഒരു തീവ്രമായൊരു ആഗ്രഹമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളൊക്കെ ഉരുവിടുകയാണ്. അപ്പോൾ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മമ്മൂക്ക പറഞ്ഞാണെങ്കിൽ ലാലേട്ടൻ പറഞ്ഞാണെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ വന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്യും. ആ റിപ്പീറ്റ് ചെയ്യുന്നതിൽ
സംഭാഷണങ്ങളുടെ പ്രത്യേകത അറിയാൻ. അതില് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു സംഭാഷണം മെയ് 11, അതായത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലെ ഒരു സംഭാഷണമാണ്. നിധികുംഭങ്ങൾ വാരിയെടുക്കാൻ കടൽ കടന്നു ചെന്ന രാജകുമാരന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യത്തെ ദിവസം. മീനച്ചൂട് നിലാവാണെന്നും അമ്പലച്ചിറ ലോകത്തിലെ ഏറ്റവും വലിയ സത്യമാണെന്നും മനസ്സിലാക്കിയ ആദ്യത്തെ ദിവസം. അപ്പം സുകുമാരൻ സാറിന്റെ രാജൻ എന്ന കഥാപാത്രം ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ കൽപ്പണിക്കാരനായിട്ട് തൊഴിലെടുത്ത ആദ്യത്തെ ദിവസം അദ്ദേഹം എഴുതുന്ന ഒരു ഡയറി കുറിപ്പാണ് ദുബായിലെ രാജൻ. അങ്ങനെ നിരവധി സംഭാഷണങ്ങൾ. അപ്പൊ അതൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ വളരെ തീവ്രമായിട്ട് ആഗ്രഹിച്ചു എന്നെങ്കിലും ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രമായിട്ട് ഒരു തിരശ്ശീലയും വെള്ളിത്തിരയും വരണം. പക്ഷെ തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കുക ഒരു ദിവസം അത് വരും. അത്തരം അനുഭവങ്ങൾ ധാരാളം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം ഒരു ദിവസം പ്രിയൻ സാറിൻ്റെ ഒരു കോളായിരുന്നു രാത്രി. ഹരീഷ്, ഞാനിങ്ങനെ ഒളവും തീരവും ചെയ്യുന്നു, എൻ്റെ കുഞ്ഞാലിയുടെ മുഖം നിന്റേതാണ്, വരണം. അപ്പൊ കുറെ നേരത്തെ എനിക്ക് മുണ്ടാട്ടം മുട്ടിപ്പോയി. കാരണം അത്രയും ആഗ്രഹിച്ചൊരു സാധനം നമ്മുടെ മുന്നിൽ വരികയാണ്. പിന്നെ നേരെ ആ കഥാപാത്രം അന്ന് ചെയ്ത ജോസ് പ്രകാശ് സാറിൻ്റെ മകനെ കണ്ട് അദ്ദേഹത്തെയും കൂട്ടി ആ കല്ലറയിൽ പോയി ഒരു മൗനാനുവാദം വാങ്ങി. അതിനുശേഷം എം ടി സാറിൻ്റെ വീട്ടിലെത്തി അനുഗ്രഹം വാങ്ങി. അങ്ങനെയാണ് അത് തുടങ്ങിയത്. ഏതായാലും ഞങ്ങളുടെ ഓളവും തീരത്തിലും മാത്രമല്ല മനോരഥകളിലെ മുഴുവൻ സിനിമയിലെയും അണിയർ പ്രവർത്തകർക്കും നടന്മാർക്കും സാങ്കേതിക പ്രവർത്തകർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേർന്നുകൊണ്ട് എം ടി സാർ ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ നിർത്തുന്നു.